രാജീവ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും RSSന്റെ അജണ്ടയാണ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഇപ്പോൾ അത് പണം വാങ്ങാൻ വേണ്ടി ഞങ്ങളത് നടപ്പാക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നതിനെ പറഞ്ഞോളൂ. സാറ് ഇതിന്റെ ചർച്ച ഈ ചാനലിൽ തന്നെ സാറും മറ്റേ മനു സാറും കൂടെ ഒരു 10-20 പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് തവണ എടുക്കേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇത്രയും ദിവസം നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് ഇനിയും ഞാൻ പറയാം, ഇതിനകത്ത് കപടമാണെന്ന് സാറിന് ഇപ്പം മനസ്സിലായില്ലേ? എന്റെ ഒരു വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇത് കപടമാണ്. ഇത് കപടം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഇലക്ഷന് ഇവര് മുസ്ലിം ലീഗിന്റെ അടുത്തും ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ അടുത്തും പറഞ്ഞു കൊടുത്തത് എന്തുവാ, ന്യൂനപക്ഷങ്ങളേതാ എല്ലാം പോക്കുന്നു, എല്ലാം കാവ്യവൽക്കരിക്കാൻ പോകുന്നു പറഞ്ഞ് വോട്ട് പിടിച്ചു. അന്നേരം സാറിന് മനസ്സിലായില്ല ഇതിനകത്ത് ഒന്നും ഇല്ലെന്നുള്ളത്. ഇപ്പൊ ഇവര് നടത്താൻ നിൽക്കുക. അപ്പൊ മറ്റവർ നടത്തിയതിനായിരുന്നു CPI അതിനകത്ത് ശകലം പ്രശ്നം കാണിച്ചപ്പോഴാ, അല്ലെങ്കിൽ അവരും നടത്തി. ഇതിനകത്ത് ഒന്നുമില്ല സാറേ, ഇവരും നമ്മളെയൊക്കെ കളിപ്പിക്കുക. ഇത് എന്നെ പോലുള്ള ആളുകളെയും സാറിനെ പോലുള്ള ചാനലുകളെയും യുവമാര് രണ്ടുപേരും കളിപ്പിക്കുക എന്നുള്ള അല്ലാതെ ഒരു കാര്യമില്ല ഇതിനകത്ത്. ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ ഇവര് നടത്താൻ പോകുന്നതിനകത്ത്? അത് ലീഗാ, വേറെ ആരെങ്കിലും ഇല്ല, ലീഗുകാരാണ് നടത്താൻ പോകുന്നത്. അപ്പൊ ഇത് വന്നിട്ട് കള്ളത്തരാണ് ഇതല്ല. ശരി, അദ്ദേഹം പറയുന്നത് രണ്ട് മുന്നണിയും ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെ ഇതിൽ നിന്ന് ഒരു ന്യായീകരണമെങ്കിലും കണ്ടെത്തി ഈ പദ്ധതിയിൽ തുടരാം എന്നുള്ള ഒരു ആലോചനയിലാണ് UDF നിൽക്കുന്നത്. മറിച്ചും തിരിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ എല്ലാ ന്യായീകരണങ്ങൾക്കും അപ്പുറമാണ് ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്. കാര്യം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. കാര്യം ഈ വിപ്ലവം പറയുന്ന എല്ലാ നേതാക്കന്മാരുടെയും മക്കള് പിന്നെ വിദേശത്തും പിന്നെ പുറത്ത് സ്വാശ്രയ കോളേജുകളിലും ഒക്കെയാണ് പഠിച്ചത്. ഇപ്പോഴും പല നേതാക്കന്മാരുടെ മക്കൾ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പഠിക്കുന്നവരുണ്ട്, ഇംഗ്ലണ്ടിൽ പഠിക്കുന്നവരുണ്ട്. പിന്നെ കേരള സംസ്ഥാനത്തിന് ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക്, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു ഉന്നമനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുക മേടിച്ചെടുക്കാണ്ടാത്ത ഒരു കാര്യവുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആണ്. കാര്യം ഈ PM ശ്രീ അറബിക്കടൽ എന്ന് പറഞ്ഞ ലീഗിന് തന്നെ അവസാനം ഇപ്പൊ ഇത് നടത്തേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുമ്പം ഇങ്ങനെ പല കാര്യങ്ങളും പറയും, പക്ഷെ കാശിന്റെ കാര്യം പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇത് നടപ്പാകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയിൽ വേറൊന്നുമില്ല. കാര്യം ഇതിൽ ഈ നേരത്തെ ഉള്ള ഈ PM ശ്രീയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിനിവേശ ശക്തിയുടെ ചരിത്രത്തിന് പ്രാധാന്യം കുറയ്ക്കും. ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാന പൈതൃകത്തിന് കുറച്ച് മുൻതൂക്കം കൊടുക്കും. അല്ലാതെ വേറെ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിന് മുൻതൂക്കം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സർവകലാശാലയിലടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു പുരോഗമനാത്മകമായ ശാസ്ത്രീയമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല. അവിടെ ഉണ്ടായിരുന്ന പുരോഗമനാത്മകവും ശാസ്ത്രീയമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ കയറ്റി അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ് അതിനെ ഒരു RSSന്റെ അജണ്ടയിലേക്ക് വരുത്തുന്നു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം പക്ഷേ ഈ സംസ്ഥാനത്തിന് വിവേചനാധികാരം ഉണ്ടല്ലോ. ചില കാര്യങ്ങൾക്ക് അവർക്ക് പിന്നെ താല്പര്യത്തിനനുസരിച്ച് നടപ്പാക്കാവുന്നതല്ല ഉള്ളു. എന്തായാൽ തന്നെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതാണ്, അധിനിവേശ ശക്തികളുടെ പിന്നെ ചരിത്രത്തിന് പ്രാധാന്യം കുറയ്ക്കുക, ഭാരതീയ പിന്നെ സംസ്കാരത്തിന് കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇത്. അധിനിവേശ രാജ്യം 400 വർഷത്തോളം വിവിധ രാജ്യങ്ങളുടെ അധിനിവേശം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.